NTA നെറ്റ് എക്സാം എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ നേരിടുന്ന കുറച്ച് ജനറൽ പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മുമ്പ് പല വീഡിയോകളിലും നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ രാജ്യത്തെ കോളേജ് ടീച്ചേഴ്സ്, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ പോകുന്ന ആളുകളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും മിയർലി ഫാക്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, മെമ്മറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. UGC ചെയർമാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട്, ഡീപ്പർ കോംപ്രിഹെൻഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, അപ്ലിക്കേഷൻ ബേസ്ഡ് ഓർ അപ്ലിക്കേഷൻ ഓഫ് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇനി ചോദിക്കുക എന്നുള്ളത്. ബട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്രൊണോളജിക്കൽ ഓർഡേഴ്സൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ അതോറിറ്റീസ് നെസസറി ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്, ഇത് കൂടുതൽ ഓഫ്ലൈൻ OMR റിലേറ്റഡ് എക്സാമിനാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് വരിക എന്നുള്ളതാണ്. അത് വളരെ മിക്സ്ഡ് ആയിട്ട്, ആദ്യം ഹിന്ദി മൊത്തം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, പിന്നെ അതിനുശേഷം ഹിന്ദി എന്നുള്ള രീതിയിലല്ല, ഓരോ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനുകളെല്ലാം മിക്സ്ഡ് ആയിട്ട് വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇത് OMRലാണ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്, വീണ്ടും ഓൺലൈനിലേക്ക് പോയതുകൊണ്ട് ഇതൊരു ഇഷ്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ് കരുതുന്നത്. അടുത്തൊരു ആസ്പെക്റ്റ് ആണ്, ഓക്കെ, ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ആസ്പെക്റ്റ് ആണ്, ആൻസർ കീ ഒക്കെ വരുന്ന സമയത്ത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ക്യാൻസലേഷൻ ഉണ്ടാവാറുണ്ട്. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ട് എല്ലാവർക്കും മാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം എന്നുള്ളത്. പക്ഷേ അത്രയ്ക്ക് സിമ്പിളല്ല പ്രശ്നം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ആ ഒരു കുട്ടികൾ എക്സാം എഴുതുന്ന പല കുട്ടികളും ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ടാവും. കാരണം ഓൾറെഡി ക്വസ്റ്റ്യൻ കൺഫ്യൂഷനാണ്, ക്വസ്റ്റ്യൻ തെറ്റുള്ളത് കൊണ്ടാണല്ലോ അത് മാറ്റുന്നത്. അവർക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന പല ചോദ്യങ്ങൾക്കും അവർക്ക് സമയം ലഭിക്കുന്നില്ല. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ അവർക്ക് ഫീൽ ചെയ്യുന്നു, അവർക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെന്ന്. ഓക്കെ, മൾട്ടിപ്പിൾ ഓപ്ഷനൊക്കെയാണ് പലപ്പോഴും വരാറുള്ളത്. അതുകൊണ്ട് ഒരുപാട് സമയം അവർ അതിന് ചിലവഴിക്കുന്നു. അപ്പോൾ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നത് കൊണ്ട് തീരുന്ന പ്രശ്നമാണ് എന്ന് കരുതരുത്. അതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ സ്പെൻഡ് ചെയ്യുന്ന സമയം, അത് കാരണം അവർക്ക് മറ്റുള്ളത് ആൻസർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും കൂടി അവിടെ അസസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തൊരു ആസ്പെക്റ്റ് ആണ് ആൻസർ കീ മിസ്റ്റേക്കുകൾ. ഇതേപോലെ ക്യാൻസൽ ക്വസ്റ്റ്യൻ പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കേസാണ് ആൻസർ കീ മിസ്റ്റേക്കുകൾ. പല സമയം ഡെഫിനറ്റ്ലി ആൻസർ കീ ചലഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ചലഞ്ചിലും ഒരുപാട് വളരെ ബേസ് ആയിട്ടുള്ള ആൻസർ കീ മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്. ഡെഫിനറ്റ്ലി കൺഫ്യൂസിങ് സാധനത്തിന് ആൻസർ കീ ചലഞ്ച് വെക്കാം. പക്ഷേ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും വിദ്യാർത്ഥികൾ തന്നെ അങ്ങ് പറയട്ടെ എന്ന് കരുതിയിട്ട് കെയർലെസ് ആയിട്ട് ആൻസർ കീ ഉണ്ടാക്കുന്നത് പോലെ ചില എക്സാമുകൾക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതോടൊപ്പമുള്ള അടുത്തൊരു ഇഷ്യൂ ആണ്, എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള അഡീഷണൽ ഷീറ്റ് കിട്ടാത്തൊരു ഇഷ്യൂവും പല വിദ്യാർത്ഥികളും അനുഭവിക്കാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോങ് ക്വസ്റ്റ്യൻസ് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ കീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് എല്ലാം വിദ്യാർത്ഥികൾക്ക് വളരെ സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വരുന്ന എക്സാമിലെങ്കിലും അതെല്ലാം റിസോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.